നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പഞ്ചാബ് റൂട്ടിലൂടെയുള്ള പാകിസ്ഥാൻ നുഴഞ്ഞു കയറുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാകുന്നു. പത്താൻകോട്ടിൽ സംശയാസ്പദമായി 7 പേരെ യുവതി കണ്ടതിനെ തുടർന്നാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പഞ്ചാബിലെ പത്താൻകോട്ട് ജില്ലയിലെ ഒരു സ്ത്രീ സംശയാസ്പദമായി 7 വ്യക്തികളെ പ്രദേശത്ത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജമ്മുവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതലിന്റെ ഭാഗമായി ജമ്മുവിലെ സൈനിക സ്കൂളുകൾക്ക് ശനിയാഴ്ച വരെ അവധിയായിരിക്കും. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർണായകമായ ആർമി ഡിഫൻസ് ഇൻസ്റ്റലേഷനുകളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. തെരച്ചിൽ നടത്തുന്നതിനായി പഞ്ചാബ് പോലീസ് യുവതി നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ രേഖാചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചു. വീടിന് പിന്നിലെ വനത്തിൽ നിന്നാണ് പുരുഷന്മാർ പുറത്തു വന്നതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. അവരിൽ ഒരാൾ അവളോട് പഞ്ചാബി ഭാഷയിൽ വെള്ളം ചോദിച്ചു. പിന്നീട് അവർ വീണ്ടും കാട്ടിലേക്ക് പോയി. അപ്പുറത്ത് റോഡില്ലെന്ന് യുവതി പറഞ്ഞു. എന്നാൽ കാട്ടിൽ കുറച്ച് ജോലിയുണ്ടെന്നും പുരുഷന്മാർ പ്രതികരിച്ചു. സംഭവം പ്രതീക്ഷിച്ച രീതിയിലാണെന്നും പഞ്ചാബിലെ ജനങ്ങൾ തീവ്രവാദ സംഭവങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നതിനാൽ ഇക്കാര്യം വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സാംബ സെക്ടറിൽ സജീവമായ ഒരു തുരങ്കത്തിലൂടെയാണ് നുഴഞ്ഞുകയറ്റം നടക്കുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും എത്തിയ 20 മുതൽ 25 വരെ ഭീകരർ യോഡ, കിഷ്ത്വാർ, റംബാൻ മേഖലയിൽ ഉണ്ടെന്ന് കരുതുന്നു. പഞ്ചാബ് സെക്ടറിലൂടെയും ഇവർ കടന്നു കയറിയതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രമാണ് ഈ നുഴഞ്ഞുകയറ്റം നടന്നതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. കാശ്മീരിൽ സൈന്യം ശക്തമായതിനെ തുടർന്ന് പഞ്ചാബിനെ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തിനായി ഉപയോഗിക്കുന്നതായി ഏജൻസികൾ പറയുന്നു. ഭീകരർക്ക് പഞ്ചാബിൽ നിന്ന് പ്രവേശിക്കുന്നതിന് വളരെ എളുപ്പമാണ്. പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്കോ അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്ന സ്ഥലങ്ങളിലേക്കോ പോകും. ജമ്മുവും പഞ്ചാബും ദുർബലമാണ്. കാരണം ഇവ വളരെ കാലമായി സാധാരണ ജനങ്ങളും ധാരാളം സൈനിക സ്ഥാപനങ്ങളുമുള്ള സമാധാനപരമായ പ്രദേശങ്ങളാണ്. പഞ്ചാബ് പോലീസ് വേഗത്തിൽ പ്രവർത്തിച്ചു. ഭീകരർ ഉള്ള സ്ഥലങ്ങൾ ഉടൻ തിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.